തമാശയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി തന്നെ സിനിമ ചെയ്യണം എന്ന് ആ ഫിലിം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഭയങ്കര ഒരു ചിന്തയുണ്ടായിരുന്നു. ആരും തരാത്തൊരു ഭാരമൊക്കെ എടുത്ത് വെച്ച് തോളിലൊക്കെ വെച്ച് അത് ആ മൂവിക്ക് കിട്ടിയ റിസപ്ഷൻ കാരണമാണ്. സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയുക, നമ്മൾ ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ബോക്സിലിട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സിനിമകൾ വലുതാവുകയും ഒരുപാട് റെസെപ്റ്റബിലിറ്റിയും കിട്ടുന്നത് അത് ലൈക്ക് ഭയങ്കര ക്ലീഷി ആയിട്ടുള്ള പരിപാടി. പക്ഷെ മനുഷ്യപക്ഷം എന്ന് തന്നെ പറയേണ്ട ഒരു സാധനമാണ്. അതിൽ ഒരുപക്ഷെ നമ്മൾ അധികം കാണാത്ത കൈൻഡ് ഓഫ് സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന സ്ത്രീകൾ വരുമ്പോഴാണ് നമ്മളതിനെ സ്ത്രീപക്ഷം എന്ന് ലേബിൾ ചെയ്യുന്നത്. എവിടെ ഞാൻ ചെന്ന് ഫസ്റ്റ് ഫിലിം തമാശയാണ്, അപ്പോൾ ഞാൻ പറയില്ല അനുരാഗ് കരിക്കും വെള്ളം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കണ്ണിലും ഒരു സ്പാർക്ക് ഉണ്ട്, എന്നിട്ട് ഇമീഡിയറ്റ്ലി ജാസു എന്ന് അവർ പറയും. അപ്പോൾ അത് അത്രയും സ്പെഷ്യലായിട്ട് എല്ലാവർക്കും അത് കണക്റ്റ് ആയതുകൊണ്ടാണ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, ഒരു സീനിനെ കുറിച്ചാണെങ്കിലും ഷോട്ടിനെ കുറിച്ചും വിഷനുള്ള, വളരെ ക്ലിയർ വിഷനുള്ള ഒരു ഡയറക്ടേഴ്സിൽ ഒരാളാണ് രാമൻ. പക്ഷേ ലൈഫിനെ എല്ലാത്തിനെയും ഭയങ്കര അൺസീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര കാമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ ഫോക്കസ് ചെയ്ത് ലൈഫ് കാമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കേൾക്കാനും കാണാനും ഇഷ്ടമുള്ള സിനിമകൾ, ആരെയും വേദനിപ്പിക്കാത്ത കഥാപാത്രങ്ങൾ, അങ്ങനെയൊക്കെയാണ് എൻ്റെ അന്ന് വെച്ചാൽ വേദനിപ്പിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത കഥാപാത്രങ്ങൾ. ഇപ്പോൾ വേദനിപ്പിക്കുന്ന മനുഷ്യരുണ്ടാവാം, അവർ ചിലപ്പോൾ കഥാപാത്രങ്ങളായിട്ട് വരാം, പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇനി അടുത്ത സ്വപ്നം എന്താണ്? ഇതിപ്പോൾ 10 പടം ആയിട്ടുള്ളല്ലോ, ഇനി അത് ഹാഫ് 1/10 ഒന്നുമില്ല, 1/50 എന്നൊക്കെ. അത്ര വളരെ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇത്ര സ്വപ്നം കണ്ടതിൻ്റെ ഇത്ര എത്തിയിട്ടുള്ളൂ. ഇനി എന്തെല്ലാം ചെയ്യാനുണ്ട്. മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നത് ചിന്നു ചാന്ദിനിയാണ്. നമസ്കാരം. ഹായ്. താനാര എന്ന് പറയുന്ന പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ ഹാസ്യത്തിന് ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ഈവൻ കോസ്റ്റ്യൂമിൽ പോലും ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് താനാരയുടെ വിശേഷം? എന്താണ് കഥാപാത്രം? താനാര ഒരു നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു കോമഡി പടമാണ്. കുറച്ചധികം ഓവർ ദി ടോപ്പായിട്ടുള്ള, കുറച്ചധികം കൺഫ്യൂഷനും അത് കാരണം ഉണ്ടാകുന്ന കോമഡിയൊക്കെ നിറഞ്ഞൊരു സിനിമയാണ്. ഇതിനകത്ത് ഞാൻ ആക്ച്വലി ഒരു സോഷ്യലായിട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫിലിമിനകത്ത് ശരിക്കും ഒരു സ്പേസിൽ വരുന്ന ഒരു 6 പേര്, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന എന്താ പറയുക കൺഫ്യൂഷൻസും കോമഡിയൊക്കെയാണ് ഫിലിമിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 6 പേരിൽ ഒരാളാണ് ഞാൻ പ്ലേ ചെയ്യുന്ന ഈ ഒരു സോഷ്യലായിട്ടായിട്ടുള്ള ഒരു MLAയുടെ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടർ. ചെറിയ കാസ്റ്റിൻ്റെ കൂടെ ആകുമ്പോൾ അത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് തരുന്നുണ്ടോ? ആക്ച്വലി നമുക്ക് ഒരുമിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എളുപ്പം എല്ലാവരെയും മനസ്സിലാകാം, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഒബ്വിയസ്ലി അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ കുറച്ചും കൂടെ വലിയ ഇതാകുമ്പോൾ പലരെയും നമ്മൾ നേരിട്ട് കാണാൻ പോലുള്ള സാധ്യതകൾ ഉണ്ടാവില്ല. ഇത് ഈ ഒരു സ്പേസിൽ നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇത്രയും പേരും പല സമയങ്ങളിലായിട്ട് ആ ഒരു സ്പേസിൽ വന്നു പോകുന്നുള്ളത് കൊണ്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അത് ആക്ച്വലി ഈസ് ക്വൈറ്റ് എ നൈസ് തിങ്. ചിന്നു മുന്നേ അഭിനയിച്ചിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഒരു സോഷ്യൽ കോസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. ഇപ്പം അവസാനം വന്ന വിശേഷമാണെങ്കിൽ പോലും അത് ചർച്ചയാവുന്നത് തന്നെ ആ ഒരു ക്യാരക്ടർ സെലക്ഷന് കൊണ്ടും ഒക്കെയാണ്. കൂടുതൽ സെലക്റ്റീവ് ആവുന്നു, കൂടുതൽ ഡെപ്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നു. ഈ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഈ സിനിമയെ ഇവോൾവ് ചെയ്യിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് തോന്നുന്നു ആക്ടർ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ജോയിൻ ആവുന്ന ഒരു കോമ്പണൻ്റ് ആണ്. അതിനു മുമ്പ് ഇങ്ങനൊരു ഐഡിയ ഉണ്ടാവുകയും അത് സ്ക്രിപ്റ്റ് ആക്കാമെന്ന് തീരുമാനിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ മുതൽ അദ്ദേഹം കാണുന്ന ഡയറക്ടർ, അത് ഓക്കെ ഇത് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് സിനിമയാക്കാമെന്ന് കൺവിക്ഷനോടുകൂടി ഇറങ്ങുന്ന ഒരു ഡയറക്ടറും അതിൽ പൈസ ഇടാമെന്ന് പറയുന്ന പ്രൊഡ്യൂസറുമാണ് ശരിക്കും മലയാള സിനിമയിൽ മാറ്റം കൊണ്ടുവരുന്നത്. എന്നെ പോലെയുള്ള ആക്ടേഴ്സ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ അതിനകത്ത് ജോയിൻ ചെയ്യുന്ന, ബാക്കി ടെക്നീഷ്യൻസ് ഒക്കെ ഒരുപക്ഷെ ലോക്കായതിനു ശേഷം ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം
അങ്ങനത്തെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഇതിൽ നോക്കി കാണുന്നത്. ആ മാറ്റത്തിനെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വളരെ നല്ലത്. ഈ മാറ്റം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതും എനിക്കിവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നതും ഈ മാറ്റമാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എന്താ പറയുക, നമ്മൾ ലൈഫ് ലോങ് കൊണ്ട് നടന്ന ഒരു കാര്യം നമുക്ക് അത് യാഥാർത്ഥ്യമാവുക, അതൊക്കെ എന്നെങ്കിലും നടക്കുമെന്ന് പോലും ചിന്തിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടത്തി തന്നത് ഈ പറയുന്ന മാറ്റങ്ങളും അങ്ങനെ ചിന്തിക്കുന്ന മേക്കേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ എനിക്ക് ഐ എം ജസ്റ്റ് ലക്കി ഐ എം അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ. ഈ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ കോസ് വരുന്നുണ്ട്. പക്ഷെ ഇത് എപ്പോഴെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ചിന്നു ചാന്ദിനി അഭിനയിക്കുന്ന ചിത്രമാണ്, ഇതിന് ഇത്രയും റെലവൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന തരത്തിലായിരിക്കണം അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആളുകളിൽ ഉണ്ടാവുന്നു, അതൊരു ഭാരമായിട്ട് തോന്നുന്നു. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത്ര നാളില്ലായിരുന്നു, ഇപ്പം ചെറുതായിട്ട്. ഇപ്പം ആക്ച്വലി ഞാൻ കുറച്ചധികം ഈ പറയുന്ന ഇൻ്റർവ്യൂസിന് ഇരിക്കുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനിതുവരെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, കേൾക്കാൻ ഇഷ്ടപ്പെട്ട്, കാണാൻ ഇഷ്ടപ്പെട്ട്, ആ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചാൽ എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി ചെയ്ത സിനിമകളാണ്. താനാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഞാൻ ചെയ്ത ബാക്കി സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഒരു സോഷ്യൽ റെലവൻസ് ഒന്നും ഇല്ലാത്ത, അങ്ങനത്തെ യാതൊരു ചിന്തയോ എന്താ പറയുക ഡിസ്കഷനോ ഇല്ലാത്തൊരു സിനിമയാണ് താനാര്. അപ്പം അതൊരു കോമഡി സിനിമയാണ്, ഞാൻ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ജോണറാണ്. അപ്പോൾ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം വന്ന് ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന ചില സമയങ്ങളിൽ എനിക്ക് ഒബ്വിയസ്ലി നമുക്ക് അങ്ങനത്തെ റെലവെൻ്റ് ആയിട്ടുള്ള സ്റ്റോറികളുടെ ഭാഗമാകണം. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഡു എവറി ഡേ. പക്ഷേ അതൊരു എക്സ്പെക്റ്റേഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടി ഇടയ്ക്കിടയ്ക്ക് വരും. സ്കൂളിലെ സ്റ്റേജിൽ ചെറുപ്പം മുതലേ പരിചയപ്പെട്ട് വന്നതാണ് അഭിനേത്രിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ കലാലയ ജീവിതത്തിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പം അതിനെ എങ്ങനെയാണ്, അന്നത്തെ ആ ഒരു സന്ദർഭം എന്നെ ഇത്രയും ഇവോൾവ് ചെയ്യിച്ചു എന്നുള്ള തോട്ട് വന്നിട്ടുണ്ടോ? ആ ഒരു യാത്രേനെ എങ്ങനെയാണ് കാണുന്നത്? ആക്ച്വലി എനിക്ക് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ലൈക്ക് ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് അതിനോട് ഭയങ്കര സ്നേഹം തോന്നി ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഇന്ന് ഞാൻ ഫിലിമിൽ അഭിനയിക്കുന്നതും അതേ സ്നേഹത്തോടു കൂടിയാണെങ്കിൽ അന്ന് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും എന്നെ ഇവിടെ കൊണ്ട് എത്തിക്കാൻ ഓരോ ലിങ്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ചില സമയങ്ങളിൽ ഇപ്പം സ്കൂളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ആ സമയത്ത് അത് ശോകമായിരുന്നിട്ടുണ്ടാവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. പക്ഷെ റീവൈൻഡ് ചെയ്ത് നൊസ്റ്റാൾജിയ അടിക്കുമ്പോഴത്തേക്കും ഓക്കെ അതിലൂടെ കടന്നു പോയതുകൊണ്ട് ഇന്ന് എനിക്കിത് ഡീൽ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റി. ഐ തിങ്ക് എൻ്റെ ലൈഫിൽ കുറേ സാധനങ്ങൾ ഹാസ് ബീൻ എന്താ പറയുക, നമ്മൾ ഈ ഹാപ്പി ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ കറക്റ്റ് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് അത് നശിച്ചൊരു വഴിക്ക് എത്തിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, ഇനി അയ്യോ ഇത് വേണ്ടായിരുന്നോ, നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷെ അതങ്ങനെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് വേറെ ഒരു പാത്ത് ഓപ്പണായി. ആ പാത്ത് ഞാൻ എൻ്റെ എംഫിൽ തിയേറ്ററിൽ ചെയ്യുന്നത് അങ്ങനത്തെ ഇനി എന്ത് എന്നറിഞ്ഞൂടാത്തൊരവസ്ഥയിൽ ഇതൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് അത് അയ്യോ ഇനി എന്ത് ചെയ്യാം എന്നുള്ളതിൽ എംഫിലിൽ പോയി അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് എന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ഹാപ്പി ആക്സിഡൻറ്റ്സ് ആയിരുന്നു. ഞാനിപ്പം തമാശയിൽ വരുന്നതാണെങ്കിലും ഞാൻ ഖാലിദ് റഹ്മാനൊക്കെ അവർ ഉണ്ടാന്ന് പറയുന്ന മൂവിയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് കാസ്റ്റിംഗ് കോള്, തമാശയുടെ കാസ്റ്റിംഗ് കോള് ആക്ച്വലി കുറച്ചധികമായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ആ സമയത്ത് ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് എന്നെ കാസ്റ്റിംഗ് കോളിന് വിളിക്കാൻ എനിക്ക് കൊണ്ടുപോകാൻ തോന്നിയതും. നാടകത്തിൽ കണ്ടിട്ടാണ് അതിലേക്ക് വരുന്നത്. ശരിക്കും അനുരാഗ് കരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നെ ഒരു കാസ്റ്റിംഗ് കോളിന് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, അദ്ദേഹം നമ്മുടെ ഒരു സ്റ്റേജ് പ്ലേ കണ്ടിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ലോഡ് ഓഫ് ഹാപ്പി ആക്സിഡൻറ്റ്സ് നടന്ന് ആണ് ഐ റീച്ച്ഡ് സംവെയർ, എവിടെയെന്ന് അറിയില്ല വരിക. ഇതിൽ തന്നെ അക്കാദമിക്കായിട്ട് അഭിനയത്തിന് കാണുന്ന ആളാണ് ചിന്നു.
അല്ല എംഫിൽ തിയേറ്ററിലായിരുന്നു പെർഫോമൻസിൽ. ഇപ്പം നാടകത്തിൽ ഒരുപാട് കാലം ഉണ്ടായി. അപ്പം ആ ഒരു ഇപ്പം നാടകവും സിനിമയും വെവ്വേറെ ലോകങ്ങളാണെന്ന് ഒരുപാട് പേര് ഇപ്പം കനികുസൃതിയുടെയൊക്കെ അഭിമുഖങ്ങളിൽ അവർ പറയാറുണ്ട്. നാടകം വേറെ ഒരു സ്പേസാണ്, സിനിമ വേറൊന്നാണ്. ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് എത്രത്തോളം ഇപ്പം ഈവൻ അക്കാദമിക്കലി ഉള്ള ട്രെയിനിങ്ങും എല്ലാം സിനിമയിലേക്ക് വരുമ്പം അതിൽ എത്രത്തോളം സഹായകരമായിട്ടുണ്ട്? ആക്ച്വലി ലൈക്ക് കനിയൊക്കെ പറയുന്ന ലൈക്ക് എന്തുമാത്രം വെൽത്ത് ഓഫ് എക്സ്പീരിയൻസും നോളജും ഉള്ള ഒരു വ്യക്തിയാണ്. അത് എനി ഫോം ഓഫ് ആക്ടിങ്. ഞാൻ ശരിക്കും ഈ പറയുന്ന സ്റ്റേജ് ഷോസും ഐ മീൻ സ്റ്റേജ് പ്ലേസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു ഹോബിയായിട്ട് കണ്ടിരുന്ന ആളാണ് ഞാൻ. എൻ്റെ എന്താ പറയുക, ഗ്രാജുവേഷനൊക്കെ ശേഷമാണ് ആക്ടിങ് സീരിയസ് ആയിട്ടൊരു കാര്യമാണ്, അതിനെ നമുക്ക് പ്രൊഫഷൻ ആക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാവുന്നത് പോലും ആ സമയത്താണ്. അതിന് ശേഷമാണ് ആക്ടിങ്ങിനെ സീരിയസ് ആയിട്ട് നോക്കി അതിനെ പഠിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക, ഹോബീസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സ്റ്റേജിൽ തിയേറ്ററും ഡ്രാമയൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എംഫിലൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പല രീതിയിലും ഇതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് പഠിക്കുന്നതും. പിന്നെ 2-3 സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു രീതിയല്ല, ഇനിയും വേറെ ടൂൾസ് ആസ് എൻ ആക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് ഒരു ഇമോഷൻ തന്നെ പല രീതിയിലൂടെ പോയി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പഠിക്കുന്ന ആ സമയത്താണ്. അപ്പം ഐ തിങ്ക് അക്കാഡമിക്കലി എന്നുള്ളതിനെക്കാട്ടിലും ബൈ പ്രാക്ടീസ്, ബൈ എക്സ്പോഷറാണ് ഞാൻ കൂടുതലും പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ തിയേറ്റർ ആൻഡ് ഫിലിംസ് ആ ലൈക്ക് ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ലൈക്ക് നമുക്ക് ചില കൈൻഡ് ഓഫ് നമ്മൾ പറയില്ലേ ലൈക്ക് പ്രാക്ടീസ് കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഹൗ ടു ക്യാച്ച് ലൈറ്റ്, അത് സ്റ്റേജിലാണെങ്കിലും ഫിലിംസിലാണെങ്കിലും നമ്മൾ അറിയേണ്ട കുറേ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നമ്മൾ പുറത്തേക്ക് കാണുന്ന ഒരു എക്സ്പ്രഷൻ ഇസ് വേ ഡിഫറെൻറ്റ്. ഓക്കെ. ഈ ഇപ്പം നമ്മൾ ബോഡി പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് സിനിമയിൽ അത്തരം വളരെ ബ്രേവായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയ ആളുകളൊക്കെ 1-2 സിനിമകളിലേക്ക് വരുന്നു, പിന്നീട് പലരും അതിനെ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരങ്ങളില്ലാതെ പോകുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ചിന്നുവിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പൊളിറ്റിക്സ് ഉറക്കെ പറയുകയും അതേസമയം തന്നെ ഒരുപാട് സിനിമകളുടെ ഭാഗമാവുകയും പ്രധാന വേഷങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കിട്ടിയ ഒരു സ്പേസിനെ എങ്ങനെയാണ് കാണുന്നത്? ഐ എം ജസ്റ്റ് ലക്കി. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് അവർക്കുള്ള വളരെ നല്ല കഥാപാത്രങ്ങളും സിനിമകളും എടുക്കാൻ നേരത്തെ എന്നെ ചിന്തിക്കാൻ ഇടയായി. അപ്പോൾ ആ സ്പേസ് അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സ്പേസ്. അത് വളരെ എന്താ പറയുക, സെൽഫിഷായിട്ട് ഞാൻ അതിനെ എങ്ങനെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ അതിനെ മുതലെടുക്കാൻ പറ്റുമോ, അതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് I have not done anything outstanding or extraordinary. I have just lived my dream. എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റീസിനെ ഞാൻ മാക്സിമം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ആ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി തന്നവരാണ് ശരിക്കും അതിനുള്ള സ്പേസ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഓക്കെ. ഈ മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ദേ ആർ വെരി സോഫ്റ്റ്, അതേസമയം പവർഫുള്ളാണ്. ഇപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പം ദേ ആർ സോ എക്സ്ട്രോവേർട്ട്, ആ രീതിയിലുള്ള കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. അത്തരം കൺസെപ്റ്റുകളെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഭീമൻ്റെ വഴിയിലെ ക്യാരക്ടറാണെങ്കിലും തമാശയിലെ ക്യാരക്ടറാണെങ്കിലും ദേ ആർ വെരി സോഫ്റ്റ്, അറ്റ് ദ സെയിം ടൈം ദേ ആർ പുട്ടിങ് ഔട്ട് സംതിങ് എക്സ്ട്രാ ഓർഡിനറി അറ്റ് ദ സെയിം ടൈം. അത്തരം കഥാപാത്രങ്ങളോടുള്ളൊരു അപ്രോച്ച് അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ആസ് എൻ ആക്ടർ എടുക്കുന്ന സ്റ്റെപ്പുകൾ, ആ ഒരു പ്രോസസ്സ് എന്താണ്? ഐ തിങ്ക് നമ്മൾ റൈറ്ററിനും എന്താണോ വേണ്ടത്, അവരെന്താണ് ഇമാജിൻ ചെയ്തിട്ടുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. ലോട്ട് ഓഫ് ടൈംസ് ഈ പറയുന്ന ഞാൻ ചെയ്തിട്ടുള്ള മിക്ക സിനിമകളുടെയും ഡയറക്ടേഴ്സിനൊക്കെ ഭയങ്കര ക്ലിയർ വിഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ വിഷന് ലൈഫ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദേ പുട്ട് ഇറ്റ് ദെയർ ഇൻ പേപ്പർ. അപ്പോൾ പിന്നെ ചില സമയങ്ങളിൽ ചില ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും ഒരു പക്ഷേ കുറേ സ്റ്റെപ്സ് മുന്നിലുള്ള ലൈഫ് എക്സ്പീരിയൻസസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ ഇവരുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുക, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്
നമ്മുടെ കോ ആക്ടേഴ്സ് ആണ് ആക്ച്വലി, എസ്പെഷ്യലി ഫോർ സമൺ ലൈക്ക് മീ. ആദ്യമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ കോ ആക്ടേഴ്സ് പലരും, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പലരും അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ തരുന്ന ഇൻപുട്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, ഇരുത്തി പഠിപ്പിച്ചൊക്കെ തരും. അപ്പോൾ അത് ആ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താൻ ആരെങ്കിലും വന്നപ്പോൾ എനിക്ക് കോമഡി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇത് ആൾക്കാർ കണ്ടു കഴിഞ്ഞ് ആൾക്കാർ പറയുമ്പോഴേ എനിക്കത് വർക്കായോ ഇല്ലേന്ന് മനസ്സിലാവും. പക്ഷേ അതിനകത്തിപ്പം വിഷ്ണു ചേട്ടനാണെങ്കിലും ഷൈൻ ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും ഈവൻ സ്നേഹ, ഇവരെല്ലാവരും കോമഡിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം ഞാൻ ആദ്യത്തെ 3 ദിവസം പോകുമ്പോൾ എനിക്കുള്ള കൺഫ്യൂഷൻ, ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്ന്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണോ ഈ ഫിലിമിന് വേണ്ട എങ്ങനെയാണോ എന്ന് മനസ്സിലാവുന്ന ഒരു മാച്ച് ആക്ച്വലി നമ്മുടെ കോ ആക്ടേഴ്സാണ്. ഇപ്പോൾ ഈ പടത്തിനകത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോണുണ്ട്, അതിനെയൊക്കെ ഞാൻ മാച്ച് ചെയ്ത് എവിടെയെങ്കിലും ഒരു സൈഡിൽ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ യുവർ കോ ആക്ടേഴ്സ് ഹെൽപ്പ് യു ലോട്ട്. അപ്പോൾ എൻ്റെ ഇത് ഇവരെയൊക്കെ ലൈക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പിന്നാലെ നടന്ന് അവരെന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അത് പഠിച്ചെടുക്കുക എന്നാണ്. ഓക്കെ. ഈ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി പറയുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ക്യാരക്ടറുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയുമ്പം മുൻപ് പറഞ്ഞ പോലത്തെ കുറച്ചുകൂടി ഒബ്ലിഗേഷൻസ് വരുന്ന പോലെ സൊസൈറ്റിയിൽ നിന്ന് റെസ്പോൺസ് വരാറുണ്ട്. നിങ്ങൾ സ്ത്രീപക്ഷപരമായി സംസാരിക്കണം, നിങ്ങൾ സ്ത്രീപക്ഷപരമായിട്ടുള്ള കഥാപാത്രങ്ങളെ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള റെസ്പോൺസ് വരാറുണ്ട്. അത്തരം റെസ്പോൺസുകൾ വന്നിട്ടുണ്ടോ? അതിനോടുള്ള ഒരു അപ്രോച്ച് എന്താണ്? എനിക്ക് ശരിക്കും സ്ത്രീപക്ഷം എന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് എനിക്ക് തോന്നുന്നു വർക്ക് ആവുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ റിയലായിട്ട് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും കാണുന്നവർക്ക് ആ ക്യാരക്ടറിൽ എന്തോ റിയൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അതിൽ റിലേറ്റബിലിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ആ ക്യാരക്ടറിന് റിസെപ്റ്റബിലിറ്റി വരുന്നത്, ആ കഥയ്ക്ക് റിസെപ്റ്റബിലിറ്റി വരുന്നത്. സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയുക, നമ്മൾ ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ബോക്സിലിട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സിനിമകൾ വലുതാവുകയും ഒരുപാട് റിസെപ്റ്റബിലിറ്റിയും കിട്ടുന്നത് അത് ലൈക്ക് ഭയങ്കര ക്ലീശയായിട്ടുള്ള പരിപാടി. പക്ഷേ മനുഷ്യപക്ഷം എന്ന് തന്നെ പറയേണ്ട ഒരു സാധനമാണ്. അതിൽ ഒരു പക്ഷേ നമ്മൾ അധികം കാണാത്ത കൈൻഡ് ഓഫ് സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന സ്ത്രീകൾ വരുമ്പോഴാണ് നമ്മളതിനെ സ്ത്രീപക്ഷം എന്ന് ലേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലേബലിംഗ് ആവുന്നുണ്ട്. അതെ, അത് ആക്ച്വലി എനിക്കങ്ങനെ ഭയങ്കര ആൾക്കാരെ അങ്ങനെ കാണുമ്പോഴൊന്നും എൻ്റെ അടുത്ത് നല്ല സിനിമകളാണ്, എല്ലാം നല്ല കഥാപാത്രങ്ങളാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഈ ഒരു ലേബലിംഗ് ഇല്ല. അത് ഈ ഇൻ്റർവ്യൂസിന് വന്നിരിക്കുമ്പോഴാണ് സാധാരണ അങ്ങനെ ചോദ്യങ്ങൾ വരും. അതും ഈ അടുത്താണ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാനും ഇരുന്ന് ആലോചിക്കും, അപ്പോൾ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്താണ് എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കോറായിട്ട് റിലേറ്റബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ വർക്കൗട്ട് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ പ്രഷേഴ്സായിട്ട് ഈ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പറയുമ്പോഴാണ് അത് പ്രഷർ ആണോ എന്നൊക്കെ. കാരണം തമാശയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി തന്നെ സിനിമ ചെയ്യണം എന്ന് ആ ഫിലിം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഭയങ്കര ഒരു ചിന്തയുണ്ടായിരുന്നു. ആരും തരാത്തൊരു ഭാരമൊക്കെ എടുത്ത് തോളിലൊക്കെ വെച്ച്. അത് ആ മൂവിക്ക് കിട്ടിയ റിസപ്ഷൻ കാരണമാണ്. അത് റിഗാർഡ്ലെസ് ഓഫ് യുവർ ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് വാട്ട് എവർ എല്ലാവർക്കും കണക്റ്റായൊരു സിനിമയാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി ആൾക്കാർ കാണുകയും അതിൻ്റെ റിസപ്ഷൻ തരുകയും ചെയ്തൊരു സിനിമയാണ്. അപ്പം അത് കളഞ്ഞു കുളിക്കരുത് എന്നുള്ളൊരു പരിപാടി കാരണം ഞാനത് ഭയങ്കര ലൈക്ക് ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടന്നൊരു കാര്യമാണ്. അപ്പം അന്നത്തെ എൻ്റെ ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഇന്നുള്ളത്. അന്ന് കുറച്ചും കൂടെ നാരോ ആയിട്ടുള്ളൊരു തോട്ട് കൂടായിരുന്നു. ഇന്ന് ഒബ്വിയസ്ലി ഞാൻ ഒരുപാട് ഫിലിംസിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്തു, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കുറേ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്ക് പേഴ്സണലി മാറിയിട്ടുണ്ട്. അപ്പം എനിക്ക് കേൾക്കാനും കാണാനും ഇഷ്ടമുള്ള സിനിമകൾ, ആരെയും വേദനിപ്പിക്കാത്ത കഥാപാത്രങ്ങൾ, അങ്ങനെയൊക്കെയാണ് എൻ്റെ. അന്ന് വെച്ചാൽ വേദനിപ്പിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത കഥാപാത്രങ്ങൾ. ഇപ്പോൾ വേദനിപ്പിക്കുന്ന മനുഷ്യരുണ്ടാവാം, അവർ ചിലപ്പോൾ കഥാപാത്രങ്ങളായിട്ട് വരാം, പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു, പക്ഷേ അതിൽ ഖാലിദ് റഹ്മാൻ്റെ തുടക്ക സിനിമയാണ്. എല്ലാം ഒരു മാറ്റമായിരുന്നു അവിടെ നിന്ന്. ഈവൻ ചിന്നുവിൻ്റെ ലൈഫിനെ പോലും ഒരു ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഖാലിദ് റഹ്മാൻ അതിനെ ട്രീറ്റ് ചെയ്തത്? എങ്ങനെയാണ്
ലൈക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഈ ഖാലിദ് റഹ്മാനെ പോലെ അന്നത്തെ പുതുമുഖ ലൈക്ക് ഡയറക്ടറിൻ്റെ കീഴിലെത്തിയപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. റഹ്മാൻ അനുരാഗ് കരിക്കമ്പലം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടോറിയൽ ആയിരുന്നു. പക്ഷേ ആ സമയം തന്നെ 10-21 സിനിമകളിലോളം അസോസിയേറ്റ് അസിസ്റ്റ് ഒക്കെ ചെയ്ത് വന്ന ഒരു ആളാണ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു സീനിനെ കുറിച്ചാണെങ്കിലും ഷോട്ടിനെ കുറിച്ചും വളരെ ക്ലിയർ വിഷനുള്ള ഒരു ഡയറക്ടേഴ്സിൽ ഒരാളാണ് റഹ്മാൻ. പക്ഷേ ലൈഫിനെ എല്ലാത്തിനെയും ഭയങ്കര അൺസീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര കാമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ ഫോക്കസ് ചെയ്ത് ലൈഫ് കാമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള അഗൈൻ ഈ ഡയറക്ടേഴ്സ് എന്ത് പറയുന്നു അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും. ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു ഫ്രീഡം പലരും തന്നിട്ടുണ്ട്. പക്ഷേ all credits to them because they decide what the movie is eventually. ഓക്കെ. ഈ അനുരാഗ് കരിക്കിൻ വെള്ളത്തിൽ തന്നെ ഈ രജിഷയുടെ ക്യാരക്ടറും ചിന്നുവിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ട്. അത് വളരെ സൈലൻ്റ് ആണ്, എവിടെയും അങ്ങനെ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എപ്പോഴും ആ ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ ജാസ്ലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സഞ്ചരിക്കുകയാണ്. ആ ഒരു ബോണ്ട് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ആ സിനിമ റിലീസായ സമയത്ത് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇന്നും കുറേ പേരെന്നെ കാണുമ്പോൾ ജാസു എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ചിലവർക്ക് ഇപ്പോഴാണ് കണക്റ്റ് ആവുന്നത്, ചില സമയങ്ങളിലാണ് കണക്റ്റ് ആവുന്നത് ജാസു തന്നെയാണ് ഇപ്പം ഈ പടത്തിലെ സജിത എന്നും ഒക്കെ മനസ്സിലാവുന്നത്. പക്ഷേ എവിടെ ഞാൻ ചെന്ന് ഫസ്റ്റ് ഫിലിം തമാശയാണ്. അപ്പോൾ ഞാൻ പറയില്ല അനുരാഗ് കരിക്കും വെള്ളം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കണ്ണിലും ഒരു സ്പാർക്ക് ഉണ്ട്, എന്നിട്ട് ഇമീഡിയറ്റ്ലി ജാസു എന്ന് അവർ പറയും. അപ്പോൾ അത് അത്രയും സ്പെഷ്യലായിട്ട് എല്ലാവർക്കും അത് കണക്റ്റ് ആയതുകൊണ്ടാണ്. അത് ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ. നമ്മുടെ ഫസ്റ്റ് മൂവിയിൽ നമ്മൾ ചെയ്തത് വർക്ക് ആവുക. പിന്നെ രജിഷ ശരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ മൂവിയുടെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മീറ്റ് ചെയ്യുന്നതും. ഇന്നും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്ന, അല്ലെങ്കിൽ കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ആക്ടറാണ്, എന്തെങ്കിലും എനിക്ക് ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പലപ്പോഴും ചോദിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് രജിഷ. അപ്പോൾ നമുക്ക് ഫീമെയിൽ ബോൺഡ്സ് നമ്മളങ്ങനെ അധികം കാണാറില്ല സിനിമയിൽ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള വളരെ ചുരുക്കം ചില ഇത് ആയതുകൊണ്ടായിരിക്കാം അത് ആൾക്കാർക്ക് ഇത്രയും പ്രിയങ്കരമായത്. എൻ്റെ അവസാനത്തെ ചോദ്യം ചോദിക്കില്ല. മുന്നേ പറഞ്ഞിട്ടുണ്ട് ഐ എം ലിവിങ് ദി ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വപ്നം കണ്ട ജീവിതം ഇപ്പം ജീവിക്കുകയാണ്. ഇപ്പോൾ ഉള്ള ചിന്നു ആ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ചിന്നുവിനോട് എന്തായിരിക്കും പറയുക? I don't know. I'll just say hang in there. Like നമുക്ക് ഇറ്റ് വിൽ ഹാപ്പൻ. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ, കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പല സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഹോപ്പൊക്കെ ഇല്ലാണ്ടായി നിൽക്കുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തിൻ്റെ പുറത്ത് എന്ത് കണ്ടിട്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഐ വിൽ ലൈക്ക് ഹോപ്പ് ഇസ് ദ ഓൺലി തിങ് ഐ ഹാവ്. ഭയങ്കരമായിട്ട് ഈ ബ്ലൈൻഡ് ഒപ്റ്റിമിസം എന്നൊക്കെ പറയില്ലേ, ഈ ഹോപ്പ്ലെസ് ഒപ്റ്റിമിസം എന്നൊക്കെ പറയുന്നതിൻ്റെ പുറത്ത് മാത്രം ലൈക്ക് ഒറ്റക്കാലിൽ നിന്ന് അങ്ങനെ കുറേ ഞാൻ ലൈക്ക് ഈ സ്വപ്നം അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ, എങ്ങനെ ഇവിടെ എത്തും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ എത്തും എന്ന് ഉള്ളൊരു ഭയങ്കര ഒരു ഹോപ്പിൻ്റെ പുറത്ത് കെട്ടിപ്പടുന്നതാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ. ഇനി അടുത്ത സ്വപ്നം എന്താണ്? ഇതിപ്പോൾ 10 പടം ആയിട്ടുള്ളല്ലോ, ഇനി അത് ഹാഫോ 1/10 ഒന്നുമല്ല 1/50th എന്നൊക്കെ, അത്ര വളരെ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇത്ര സ്വപ്നം കണ്ടതിൻ്റെ ഇത്ര എത്തിയിട്ടുള്ളൂ. ഇനി എന്തെല്ലാം ചെയ്യാനുണ്ട്. ഐ ഹോപ്പ് ഐ ഗെറ്റ് ടു ഡു ഓൾ ഓഫ് ദാറ്റ്. ഒരുപാട് ഈ ഓണറുകൾ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, അതിലിപ്പോൾ കുറച്ചെണ്ണം കംപ്ലീറ്റ് ചെയ്തു. കോമഡി ഫൈനലി ഇനി കുറച്ചുണ്ട്. സൂപ്പർ ഹീറോ, പിന്നെ എന്താ പറയുക ആക്ഷൻ, പിന്നെ റൊമാൻറ്റിക് കോമഡി, അങ്ങനെ 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 കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം പൂർത്തിയാവട്ടെ. ആ സ്വപ്നത്തിലുള്ള ചിന്നുവിനെ വീണ്ടും എനിക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.